മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 5, ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു, കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. പാപം ചെയ്ത് തഴമ്പിച്ച് അതിൽ നിന്ന് വിടുതൽ ലഭ്യമാകാത്ത വിധത്തിൽ ആത്മീയമായി മരിച്ചവരുണ്ട്. അവർ സ്വയമായി ശ്രമിച്ചാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. പരിതാപകരമായ സ്വന്തം നിലയെപ്പറ്റി ബോധ്യപ്പെടുകയും സ്വയം തിരുത്തുവാൻ പലതവണ ശ്രമിച്ചിട്ടും സാധിക്കാതെ മനഭാരപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അപ്രകാരം വിഷമിച്ചവർ ഈശോയിൽ വിശ്വസിച്ചപ്പോൾ അവരുടേതല്ലാത്ത ശക്തി ലഭിച്ചു. പാപത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായ സംഭവങ്ങളുണ്ട്. ആത്മീകമായി തകർന്നവരെ ബലപ്പെടുത്തുക മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഈശോ പ്രാപ്തനാണ്. തങ്ങൾ ചില പാപവഴികൾ പരിചയിച്ചു പോയെന്നും അതിൽ നിന്ന് മാറ്റുവാൻ അസാധ്യമാണെന്നും ചിന്തിച്ച് നിരാശപ്പെടുന്നവരുണ്ട്. മരിച്ചവരെ ഉയർപ്പിക്കുവാൻ കഴിവുള്ള ഈശോയ്ക്ക് എത്ര തഴമ്പിച്ച പാപങ്ങളെയും പരിചയങ്ങളെയും മാറ്റുവാൻ നിശ്ചയമായി സാധിക്കും. വിശുദ്ധനായ അഗസ്റ്റിൻ യൗവനകാലത്ത് ദുർവൃത്തനായി ജീവിക്കുകയായിരുന്നു. അദ്ദേഹം ഈശോയോട് ബന്ധപ്പെട്ടപ്പോൾ പുതിയ ജീവിതം ആരംഭിച്ചു. പിന്നീട് അത്തരം ബലഹീനതകൾ തന്നെ ബാധിച്ചില്ല. 40 വയസ്സുവരെ മദ്യപാനിയായി ജീവിച്ച ഒരാളെ അറിയാം. പിതാവിന്റെ മരണദിവസം പോലും അയാൾ മദ്യപിച്ചു. ഇന്ന് അയാൾ മാനസാന്തരപ്പെട്ട ഒരു ക്രൈസ്തവനാണ്. മദ്യപാന ആസക്തി ഇപ്പോൾ അയാൾക്കില്ല. സ്വന്തം പ്രാപ്തിയല്ല, കർത്താവിന്റെ സഹായമാണ് തന്നെ വിജയത്തിന് പ്രാപ്തനാക്കുന്ന അയാളെ പറയുക. ശരിക്കും അനുദപിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ നമ്മളെ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും ഈശോ വിടുവിക്കും. ശരിപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം അധപ്പതിച്ചു പോയി എന്ന് ആരും ഭാരപ്പെടണം. എത്ര തഴമ്പിച്ച പാപസ്വഭാവത്തെ മാറ്റുവാൻ ഈശോ പ്രാപ്തനാണ്. മരിച്ചവരെ ഉയർപ്പിക്കാമെങ്കിൽ മയങ്ങിയവനെ ഉണർത്തുവാൻ സാധിക്കുമല്ലോ. നമ്മിൽ പലരും മയക്കത്തിലാണ്. ക്രിസ്തു ഉണർത്തുവാനും ഉയർപ്പിക്കുവാനും പ്രാപ്തനാണ്. ഈശോയ്ക്ക് ശരിപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു ജീവിതവുമില്ല. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.